മൂവാറ്റുപുഴ ഐസെക്സ് മറിയ തിയേറ്റർ തുറക്കാൻ പോകുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ല തിയേറ്റർ തുറക്കാനായിട്ട്. വളരെ ഗംഭീരമായിട്ടുള്ള അപ്ഡേഷനാണ് തിയേറ്ററിൽ സംഭവിച്ചിട്ടുള്ളത്. 2 സ്ക്രീനും ഡോൾബി അറ്റ്മോസ് ആണ്. അതുപോലെ തന്നെ 4K പ്രൊജക്ഷനും ഇനി മൂവാറ്റുപുഴക്കാർക്ക് സിനിമ കാണാനായിട്ട് പറ്റും. മെച്ചപ്പെട്ട തിയേറ്ററുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു തിയേറ്ററും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ സന്തോഷകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇപ്പുറത്ത് ദുഃഖകരമായ ഒരു കാര്യം കൂടെ സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ, നമ്മുടെ മൂവാറ്റുപുഴയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള തിയേറ്ററാണ് വെട്ടുകാട്ടിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു തിയേറ്റർ ക്ലോസ് ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ ഒരു വലിയ ലോങ് റണ്ണിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു തിയേറ്റർ തന്നെയായിരുന്നു. കുറേ അധികം ബ്രാൻഡുകൾ, കുറേ അധികം ടീമുകൾ തിയേറ്റർ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ചെമ്പകശ്ശേരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് DMAX എന്ന് പറഞ്ഞൊരു ടീമായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തിയേറ്റർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പല ബ്രാൻഡുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വെട്ടുകാട്ടിൽ സിനിമ എന്നുള്ള പേര് അപ്പോഴും ആ ഒരു തിയേറ്ററിന് മുകളിലായിട്ട് കാണാനായിട്ട് പറ്റുമായിരുന്നു. നമ്മൾ അതിലേക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോർഡാണ്, ആ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആ ഒരു ബോർഡാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വെട്ടുകാട്ടിൽ സിനിമ എന്ന് പറഞ്ഞ ആ ഒരു തിയേറ്റർ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അവിടുത്തെ സീറ്റുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയധികം മൂവാറ്റുപുഴക്കാർക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു തിയേറ്റർ തന്നെ ആയിരിക്കും. നിങ്ങളിൽ പല ആൾക്കാരും, മൂവാറ്റുപുഴയിലുള്ള പല ആൾക്കാരും സിനിമ കണ്ടിട്ടുള്ള ഒരു തിയേറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു തിയേറ്ററാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ആ തിയേറ്റർ ക്ലോസ് ചെയ്തിട്ട് എന്താക്കും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇവരുടെ തന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ബിൽഡിംഗ് ആക്കി മാറ്റാൻ പോവുകയാണ്, ഗോഡൗൺ എന്തോ ആക്കി മാറ്റാൻ പോവുകയാണെന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു തിയേറ്റർ അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് 2K പ്രൊജക്ഷൻ, അതുപോലെ തന്നെ ഡോൾബി 7.1 ആയിരുന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പെക്കൊക്കെ ആയിരുന്നു. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ തകരാറുകൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ നേരിട്ടിരുന്നു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അവിടെ നിന്ന് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ അങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ മൂവാറ്റുപുഴ വെട്ടുകാട്ടിൽ സിനിമ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ഗംഭീര തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തൊരു തിയേറ്റർ അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അറിയിക്കാം.